അപ്സര എന്ന് പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. തുടക്കത്തിലെ ഏതൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇന്നലെ അപ്സരയോട് ജിൻഡോക്ക് ഭയങ്കരധികം അസൂയ തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം കുശുമ്പ് തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവസരമുണ്ട്. അതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്, പിന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കുത്തിപ്പൊട്ടിക്കേണ്ട കാര്യമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ് വീഡിയോ എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം അല്ല, അതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലത്തെ ടാസ്ക് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നോ? ഒരു ജിംബോളൊക്കെ വെച്ചിട്ട് രണ്ടുപേര് ഭയങ്കര ബാലൻസിങ്ങും നമുക്കൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു സ്ട്രെയിറ്റ് ബാക്കൊക്കെ വേണ്ട ഒരു ഗെയിമായിരുന്നു. കാരണം നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ ഈ ഗെയിം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിന്തിച്ചറിയാവുന്നതാണ്. ആ ബോൾ വെച്ച് ബാലൻസ് ചെയ്ത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കണം, അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാൽ ലിനൻസ് ഒക്കെ എടുക്കണം, പിന്നീട് അത് കൊണ്ടുപോയി മടക്കണം. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നല്ലൊരു പക്ക ടാസ്ക് ആയിരുന്നു ഇന്നലെ ബിഗ് ബോസ് കൊടുത്തത് അല്ലെ. വളരെ കോൺസെൻട്രേഷൻ, അതിനോടൊപ്പം തന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് നന്നായിട്ട് ഫിസിക്കലി നമ്മൾ നന്നായി അടിപൊളിയായിരുന്നാൽ മാത്രമേ നമുക്ക് ആ ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാട്ടോ. അതിനെക്കുറിച്ച് ടാസ്കിലേക്ക് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ടാസ്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ജിൻഡോ ബ്രോയുടെ ഈ അസൂയയുടെ കാര്യങ്ങൾ പറയാം. ഇത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണേട്ടാ. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു അസൂയ പാടുണ്ടോ, അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അത് വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അപ്സരയും സിജോയുമാണ്. അപ്സര, സിജോ, സായി ആ ഗ്രൂപ്പിൽ നിന്ന് വന്ന് അപ്സരയും സിജോയുമാണ്. ഓഫ് കോഴ്സ് വളരെ നന്നായി അവർ ഗെയിം കളിച്ചു അല്ലെ. അപ്സരയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആ ബോൾ ബാക്കിൽ ഹോൾഡ് ചെയ്ത്, അത് കഴിഞ്ഞ് സിജോയും അപ്സരയും നടക്കുന്നു, വളരെയധികം പറഞ്ഞുകൊണ്ട് കറക്റ്റ് പോസ്റ്ററിൽ ഇരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് അപ്സരയെ കണ്ടപ്പോ സത്യം പറഞ്ഞ എൻ്റെ ചങ്ക് പെടഞ്ഞു പോയി. കാരണം നിങ്ങൾക്കറിയാം, അപ്സര എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തുടർച്ചയായി കേൾക്കുവാണ് എൻ്റെ ബാക്ക് ഇഷ്യൂ. ബാക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഇരിക്കാം, അങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, കാല് കയറ്റി വെച്ചിരിക്കാം, അങ്ങനെ കുറേ എക്സ്ക്യൂസസ്. എസ്പെഷ്യലി അപ്സരയുടെ ഫാമിലി വന്നു പോയപ്പോൾ അപ്സരയുടെ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു, നീ എന്താണ് ഇങ്ങനെ കാലൊക്കെ ശരിയായ രീതിയിൽ വെക്കാതെ കാലമ കെട്ടി വെച്ചിരുന്ന് ഒരു അഹങ്കാരിയുടെ പോലെ ഇരിക്കുന്നത്. അപ്പൊ അപ്സരയ്ക്ക് എന്നെ തോന്നി ഇത്. കാരണം 2-3 പ്രാവശ്യം ഫാമിലി ഇത് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പൊ അപ്സരയ്ക്ക് തോന്നിയായിരുന്നു താൻ ഒരു അഹങ്കാരിയെ പോലെ ആളുകളുടെ മുമ്പിൽ താൻ പ്രസന്റ് ചെയ്തോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അങ്ങനെ എന്തെങ്കിലും മോശമായ കാര്യം വന്നു എന്ന് അറിഞ്ഞാൽ നെക്സ്റ്റ് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് തന്നെ ഏറ്റവും നല്ല വൈറ്റ് സിമെന്റ് എടുത്ത് ഒരു 10 കോട്ടെങ്കിലും അടിക്കണം. അപ്പൊ ഫാമിലി പോയതിന് ശേഷം എനിക്കറിയില്ല ലൈവില് എത്ര പ്രാവശ്യം അപ്സര ഇതിന്റെ ന്യായീകരണം പറഞ്ഞിട്ടുണ്ടെന്ന്. അയ്യോ, എൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഞാൻ എന്താണ് കാല് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു, അത് ഞാൻ അഹങ്കാരത്തോടു കൂടി ഇരുന്നതല്ല. എൻ്റെ ബാക്ക്, അതായത് ബാക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിരിക്കാൻ പറ്റില്ല, നമ്മുടെ കാല് അങ്ങനെയൊക്കെയാണ് അപ്സര. അത് ഈ വീണ്ടും പിറ്റേ ദിവസം പറയും. ഇതിപ്പോ ഇന്നലെ പോലും അപ്സര പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് സന്തോഷമായി. കാരണം ഇത്രയും നല്ലൊരു ഗെയിം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കൊടുത്തത് പോലും അപ്സരയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നി. കാരണം ഇന്നലെ അപ്സരയുടെ ബാക്ക് ശരിയായി. അപ്സര അടിപൊളിയായിട്ടാണ് ആ ബാക്ക് കൊണ്ട് ആ ബോൾ ഹോൾഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പോയിരിക്കുന്നു, എണിക്കുന്നു. ഇത്രയും മാത്രം ബാക്ക് പെയിനുമായി സഫർ ചെയ്താണ് അപ്സര അവിടെ നടന്നിരുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്ത അപ്സര ആ ഗെയിമിനോടുള്ള ഡെഡിക്കേഷൻ അല്ലേ. ഈ ബാക്ക് ഇഷ്യൂ, തനിക്കൊരു ബാക്ക് ഉണ്ടെന്ന് പോലും അപ്സര മറന്നു പോയിട്ടാണ് ഇന്നലെ ഗെയിമിൽ അപ്സര പെർഫോം ചെയ്തത്. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എവിടെയൊക്കെ എന്തിനൊക്കെ വേണ്ടി കള്ളം പറയണം എന്നുള്ളത് അപ്സരയ്ക്ക് അടിപൊളിയായിട്ട് അറിയാമെന്നുള്ളതിന് ഇന്നലത്തെ ഗെയിം മാത്രം മതി ഒരു തെളിവായിട്ട്. ഞാനിത് നുണ പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമല്ല, ഇന്നലെ ജാസ്മിന്റെ ഫാമിലി വന്നപ്പോൾ നമ്മുടെ ജിൻഡോ ബ്രോ അപ്സരയുടെ റൂമിലേക്ക് വന്നായിരുന്നു. അപ്പൊ നമുക്കറിയാം ബാക്ക് ഇഷ്യൂസ് ഉള്ളതിനാൽ നമ്മുടെ സായിക്കും അപ്സരയ്ക്കും സ്പെഷ്യൽ ബട്ടൊക്കെയാണ് ബിഗ് ബോസ് ആണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ജിൻഡോ ബ്രോ വരുന്നു. അപ്പൊ അപ്സരയോട് ചോദിച്ചിട്ട് അപ്സരയുടെ ബെഡിൽ കിടക്കുന്നു. അപ്പൊ കിടന്നിട്ട് ജിൻഡോ ബ്രോ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇവർക്ക് ബിഗ് ബോസ് എനിക്കും താ ഇങ്ങനെ ഒരു ബെഡ്. അപ്പോട്ട് ജിൻഡോ പറയുവാണ്, എനിക്കും ബാക്ക് പ്രോബ്ലം ഉണ്ട്, ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാം
ജിൻഡോയ്ക്ക് ഒരു ടാസ്കിന് എനിക്ക് ഒരു പണി കിട്ടിയിട്ട് ബാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പല ആളുകളും മസാജ് ചെയ്ത് കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ജിൻഡോ ഒരിക്കലും തനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു, അയ്യോ എനിക്ക് അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ നേരം നടക്കുന്നതോ അത് വലിയൊരു കംപ്ലൈന്റ് ആയി ഏറ്റെടുത്ത് തനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരണം എന്ന് പറയുന്നതൊന്നും നമ്മളെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല അല്ലെ. അതാണ് ആ കണ്ടസ്റ്റന്റിനെ മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്നും നമുക്ക് പറയാം ഒരു പ്രത്യേകം നമുക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം. ഒരു കാര്യത്തിലും പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ ഒരാളുടെ പുറകെ കൂടെ നടന്ന് അതിന്റെ പേരിൽ അയാൾ അറ്റാക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷേ കോണ്ടന്റിന് വേണ്ടിയിട്ട് ജിൻഡോ പല കാര്യങ്ങളിലും നമുക്കറിയാം പ്രൊവോക്കിംഗ് ചെയ്ത് അവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ജിൻഡോ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഒരു ബിഗ് ബോസ് കഴിയുന്ന 100 ദിവസം വരെ നമ്മുടെ റസ്മിൻ ചേച്ചിയൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അങ്ങനെ ഒരു വൈരാഗ്യം ഒരിക്കലും ജിൻഡോ ഒരു വ്യക്തികളോട് പോലും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല. കാരണം നമുക്കറിയാം ജിൻഡോയെ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളത് ജാസ്മിനാണ്. ജാസ്മിനോട് പോലും ജിൻഡോ അങ്ങനെ ഒരു വൈരാഗ്യം ഒരിക്കലും കീപ്പ് ചെയ്യാറില്ല. അപ്പൊ അതൊക്കെയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം. ഞാൻ ജിൻഡോനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ജിൻഡോ ബ്രോയുടെ കുശുമ്പ് എന്തായിരുന്നു അറിയോ? ജിൻഡോ ബ്രോയുടെ കുശുമ്പ് ജിൻഡോ ബ്രോയ്ക്ക് ബിഗ് ബോസ് നല്ല ബെഡ് കൊടുത്തില്ല. പക്ഷേ ഇതുപോലെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഇത്രമാത്രം ബാക്ക് ഇഷ്യൂസുമായി ഇന്നലത്തെ ഗെയിമിൽ അടിച്ച് പൊളിച്ച് കളിച്ച നമ്മുടെ അപ്സര ചേച്ചിക്കൊക്കെ ബെഡ് കൊടുത്തു. അത് ശരിയായ ഒരു കാര്യമാണോ? നമ്മുടെ ജിൻഡോ ബ്രോയ്ക്കും കൂടി ഒരു ബെഡ് കൊടുക്കണ്ടേ? അപ്പോ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ വന്നത്, അപ്സര എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ പോലും ജിൻഡോയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ജിൻഡോ ഞങ്ങളുടെ ബാക്കിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു ടേമിലൊക്കെയാണ് ഇന്നലെ അപ്സര പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ വന്നിട്ടുള്ള അപ്സരയുടെ ഗംഭീരമായ ഒരു പ്രകടനം. അവിടെ നന്ദന ലൈവില് ഒരു കമന്റ് പോലും പറയുന്നുണ്ട്, ഓ നമ്മുടെ അപ്സരേച്ചിയെ നമ്മുടെ ബാക്ക് ഇട്ടോ. അത് നന്ദന ലൈവിൽ പറയുന്ന കൂടിയുണ്ട്. അപ്സര പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ട്. നമ്മൾ ഒരാളുടെ ഒരു രോഗാവസ്ഥയെ കളിയാക്കുന്നതല്ല. കാരണം ഇന്നലെ മോർണിംഗ് പോലും അപ്സര ഈ ബാക്ക് ഇഷ്യൂ പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ബെഡ് തന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഗെയിം വന്ന് അപ്സര ഈ ഗെയിം വളരെ ഒരു പ്രശ്നമില്ലാതെ നമുക്കറിയാം നന്നായി ബാക്ക് ബാലൻസ് ഒക്കെ ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു. ഒരു പ്രശ്നമില്ലാണ്ട് അപ്സര കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്സര തള്ളി വിടുന്ന തള്ളിന്റെ അത്രയ്ക്കുള്ള ഒരു പെയിനും അപ്സരയ്ക്കില്ലെന്ന്. കാരണം അത്രയും ഒരു ബാക്ക് ഇഷ്യൂ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അത്ര പ്രാവശ്യം ഒരു ഗെയിമിൽ സിറ്റ് ആൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഗെയിമൊക്കെ ആവാം, അല്ലാതെ നോണയൊക്കെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും കുഞ്ഞു പറയും. പക്ഷെ ഇതുപോലെ ഒരു പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഗെയിമിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അപ്സരയെ പോലെയുള്ള കണ്ടസ്റ്റൻസ് കാണിക്കുന്ന കാര്യങ്ങൾ തോന്നുമ്പോൾ ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ചോദിക്കാൻ തോന്നും, നാണമില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുക, അല്ലാതെ എന്തെങ്കിലും ഇതുപോലെയുള്ള എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള വലിയ വലിയ ഗീർവാണങ്ങൾ അടിച്ചു വിടാതെ എല്ലാവരും മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ ജിൻഡോ ബ്രോയ്ക്ക് ഒരു കുഞ്ഞ് അസൂയ, കാരണം ബെഡ് കൊടുത്തില്ല, പാവമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ജിൻഡോ ബ്രോയ്ക്ക് കുറേ ദിവസം ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് എല്ലാവരോടും ടാറ്റാ ബൈ.